മന്ദഹാസം വിരിഞ്ഞു പനിമതി മറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണി കാണാൻ അമ്പലേ ശംഭരേശ. എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് സെക്രട്ടറി എന്ന നിലയിൽ എന്നിലുള്ള കർത്തവ്യം. ആയതിനാൽ എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. നമ്മുടെ ഇന്നത്തെ കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ ബിജു നാരായണൻ അവർകളാണ്. ശ്രീ ബിജു നാരായണൻ അവർകളെ ഈ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഈ കലാ സാംസ്കാരിക പരിപാടികളുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സി സുരേന്ദ്രൻ നമ്പ്യാരാണ്. ശ്രീ സുരേന്ദ്രൻ നമ്പ്യാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുബ്രഹ്മണ്യൻ നമ്പൂതിരി അവർകളാണ്. ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അവർകളെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ 2026 വർഷത്തെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നതിന് ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ നമ്പ്യാർ അവർകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്നതാണ്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും നമ്മുടെ പരിസരത്തുള്ള അമ്പലത്തെ നമ്മൾ പരിപാലിച്ചു വരേണ്ടത് അനിവാര്യമാണ്. തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ഇതിന് പരിസരത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളും കാലാകാലങ്ങളായി ഈ അമ്പലത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനത്തിനും വേണ്ടി അകമഴിഞ്ഞ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളാണ്. യുടെ നേതൃത്വത്തിൽ ഏകദേശം 10,000 പേർക്ക് മഹാ അന്നദാനം നൽകിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയുള്ള 11 ദിവസങ്ങൾ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആഘോഷ കമ്മിറ്റി അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നത് നമ്മുടെ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സംഭാവനകൾ നേടിയിട്ടാണ്. സിനിമാ പിന്നണി ഗായകനും നമുക്കെല്ലാവർക്കും ആദരണീയനുമായ ശ്രീ ബിജു നാരായണൻ അവരെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനിലെ എത്രയും പ്രിയപ്പെട്ട തൃച്ചംബരം ക്ഷേത്ര നിവാസികളെ, നാട്ടുകാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് ഒരു മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മിക്കവർക്കും അറിയാതിരിക്കും, ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു ഞാൻ കഴിഞ്ഞൊരു 10-12 ദിവസമായിട്ട്. ഇന്നലെയാണ് ഞാൻ കൊച്ചിയിലെത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി ഹൈദരാബാദ് വന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് കൊച്ചിയിൽ വന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു 30 വർഷം മേലെയായിട്ട് പോകുന്ന സ്ഥലമാണ് ഗൾഫ്.
പ്രോഗ്രാംസായിട്ട്. പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും തന്നെ, ഇപ്പം എൻ്റെ മാത്രം കാര്യമല്ല, എല്ലാവർക്കും അവിടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരു ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ വരാൻ സാധിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ 3-ാം തീയതി എനിക്ക് ഹരിപ്പാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു സിംഗേഴ്സിനെ ഏൽപ്പിച്ചു. അപ്പോഴും രാജേട്ടനായിട്ട് ഞാനിങ്ങനെ ബന്ധപ്പെടുമായിരുന്നു. രാജേട്ടൻ പറഞ്ഞു, ഈ യുദ്ധം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച സമാനമായിട്ടുള്ള സംഗതികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ രാജേട്ടനെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു, എന്തായാലും ഈ ഒരു ദിവസം കൂടി പറഞ്ഞു, ഇന്ന് 6-ാം തീയതി, ഇന്നലെ 5-ാം തീയതി ബിജു ഇവിടെ എത്തിയിരിക്കും, യാതൊരു സംശയം വേണ്ട. രാജേട്ടൻ പറയുന്നത് തൃച്ചംബരത്തപ്പൻ്റെ ഒരു ഉറപ്പിന്മേലാണ് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ 5-ന് ഞാൻ നാട്ടിലെത്തി, കൊച്ചിയിലെത്തി. തൃച്ചംബരത്തപ്പൻ്റെ ഒരു പ്രത്യേക ഒരു കടാക്ഷം കൊണ്ട് തന്നെയാണ് ഇല്ലാത്തൊരു സീറ്റ്, അതായത് എനിക്കറിയാം ഇന്നിപ്പോൾ അവിടുത്തെ ഒരു സീറ്റ് കൊണ്ട് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ നടക്കില്ല. ഇവൻ അത്ര നമ്മുടെ ഭാഗ്യം മാത്രമാണ്. ഞാൻ വേറൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല, ജസ്റ്റ് മിസ്സായി. പിന്നെ വേറൊരു ഫ്ലൈറ്റ് അതിന് മുന്നേ റാസൽ കൈമയിൽ നിന്ന് പുറപ്പെടുന്നു പറഞ്ഞാൽ അത് നോക്കിയിട്ട് അത് കിട്ടിയില്ല. അപ്പോൾ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ട്രാവൽസിൽ നിന്ന് സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു. ഞാൻ എടുത്തോളം പറഞ്ഞ സമയത്ത് തന്നെ അവർ വിളിച്ച് പറഞ്ഞു, അയ്യോ ബുക്ക്ഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രതീക്ഷയും തീർന്നു. പിന്നെ 5-ാം തീയതി എനിക്കിവിടെ വരാനും പറ്റില്ല, ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പായി. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് കുറേ ഒരു സീറ്റ് നമ്മളിങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉടനെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ബുക്ക് ചെയ്ത് ഉടനെ അബുദാബിയിലെത്തി. വൈകിട്ട് 6 മണിക്ക് ഫ്ലൈറ്റ്. അത് ഇതിനു മുമ്പ് ഉള്ള ഫ്ലൈറ്റൊക്കെ 3-4 മണിക്കൂറൊക്കെ ലേറ്റായിട്ട് പെർമിഷൻ കിട്ടണമല്ലോ ഈ എയർപോർട്ട് അതോറിറ്റിയുടെ എയർ സ്പേസ് കൺട്രോൾ. അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാണ് കിട്ടിയത്. പക്ഷേ എൻ്റെ ഈ ഫ്ലൈറ്റ് ഒരു 1/2 മണിക്കൂർ പോലും എടുത്തില്ല അവിടെ നിന്ന് പെർമിഷൻ കിട്ടാനായിട്ട്. അങ്ങനെ കയറി ഹൈദരാബാദിലെത്തി. എത്ര നന്ദിയാണ് ഭഗവാനോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തൻ കൂടിയാണ്. കാരണം ഞാൻ രാജേട്ടനോട് പറയായിരുന്നു, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് രവിപുരം, ഞാൻ എറണാകുളത്ത് രവിപുരത്താണ്, രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയാണ് എൻ്റെ എല്ലാ എന്തെങ്കിലുമൊക്കെ ഈ രംഗത്തായിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 കൃഷ്ണന്മാർ 2 ഭഗവാന്മാർ തമ്മിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇവിടെ നടന്നത് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വേറൊന്നും പറയുന്നില്ല. ഇതൊരു ശരിക്കും ഇത്ര 35 വർഷം മേലെ ഞാൻ ഈ സംഗീത രംഗത്ത് ഇങ്ങനെ ഒരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതിന് തൃച്ചംബരത്തപ്പനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് താങ്ക് യു പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് സന്തോഷം. ഞാൻ ഈ വേദിയിൽ ഈ ഭക്തിഗാന പ്രോഗ്രാമായിട്ട് 2ാമത്തെ തവണയാണ് വരുന്നത്. ഇതിനു മുമ്പ് 2020-ലാണ് വന്നത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ സന്നിധിയിൽ പ്രോഗ്രാം നടത്താൻ അവസരം കിട്ടിയതിന് നന്ദി. എല്ലാ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളോടും രാജേട്ടനോടും എല്ലാവരോടും നന്ദി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ സന്തോഷുണ്ട്. ഇന്നിപ്പോൾ ഞാനൊരു ഫോട്ടോ കണ്ടുള്ളൂ, പുറത്തെവിടെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഒരുപാട് കലാകാരന്മാർ നിറഞ്ഞ സ്ഥലം കൂടിയാണ് ഈ തളിപ്പറമ്പ് ഈ ഭാഗം. അപ്പോൾ എല്ലാവരെയും എൻ്റെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് പാട്ടുകൾ പാടാൻ പോവാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി വിളിച്ച് താങ്ക് യു വെരി മച്ച്. ഇതിൻ്റെ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിലിരിക്കുന്ന ആളുകളെ ഞാൻ നേരത്തെ വരാത്തതുകൊണ്ട് അത്ര പേരെടുത്ത് സംബോധന ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഉദ്ഘാടകനായ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും പരിചിതനുമായ ബിജു നാരായണൻ സാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് മാഷ് എനിക്ക് പരിചയമുള്ള ആളാണ്. അതുപോലെ തന്നെ രമേശൻ നമ്മുടെ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പരിചയമുള്ള ആളാണ്. അപ്പോൾ എല്ലാ വേദിയിലിരിക്കുന്നതും വേദിക്ക് മുന്നിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വേറൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്
ലേശം വൈകിയത് തീർച്ചയായിട്ടും തുച്ചമ്പൻ തപ്പൻ്റെ പ്രാധാന്യം മറന്നുകൊണ്ടല്ല ഇവിടെ വൈകിയെത്തിയത്. സർക്കാരിൻ്റെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ ഒരു പരിപാടി നമ്മുടെ ഉൾപ്പളശ്ശിക്കാവ് ക്ഷേത്രത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുളത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ച പോലെ ഒരു രക്ഷപ്പെടൽ അദ്ദേഹം ഭഗവാനോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് നിർത്തുമെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷകരമായ സംഭവം തന്നെയാണ്. യുദ്ധങ്ങളും ഇല്ലാത്ത സമാധാനപൂർവമായ ഒരു ലോകമാണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ആത്മീയമായ ഉണർവിന് നമ്മുടെ ഈ ക്ഷേത്ര സാഹചര്യം സഹായിക്കട്ടെ. അതിന് നിങ്ങളെല്ലാവരും ഈ ഒരു സാഹചര്യം ഉൾക്കൊള്ളാൻ പ്രാപ്തരാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൃച്ചംബരത്തപ്പ ശരണം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രമായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഇന്ന് കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. ഉത്സവത്തിന് എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും തൃച്ചംബരത്തപ്പൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഉത്സവാഘോഷങ്ങൾ ഭംഗിയായി നടന്നതിൽ എല്ലാവരുടെ സഹകരണവും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. തൃച്ചംബരത്തപ്പ ശരണം. എല്ലാവിധ പരിപാടിയിലും നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിനും വിശേഷ്യ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന വ്യക്തിത്വമാണ് ശ്രീ മുട്ടമ്പൽ രാജൻ അവറുകൾ. അദ്ദേഹം ഒരു പ്രവാസി വ്യവസായിയായിരുന്നു. ഏറ്റവും നല്ല പ്രവാസി വ്യവസായിക്കുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അംഗീകാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൂടാതെ സിനിമാ നിർമ്മാതാവാണ്. മലയാളത്തിലെ മെഗാസ്റ്റാറായ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് തുടങ്ങിയ ഏറ്റവും നല്ല താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം സിനിമ നിർമ്മിക്കുകയും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സിനിമാ ലോകമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ കൂടാതെ TTK ദേവസ്വത്തിൻ്റെ ക്ഷേത്രമായ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബര ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, നമ്മുടെ ചുറ്റുമുള്ള കാവുകൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ തുടങ്ങി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് മുന്നേറുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ചധികം പേർക്ക് ജോലി കൊടുക്കുന്ന വ്യവസായ രംഗവും അദ്ദേഹം നടത്തി വരുന്നു. അദ്ദേഹം തൊഴുതുന്ന ഒരു ശ്രീകൃഷ്ണ ഭക്തനും കൂടിയാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലുകളും മറ്റു പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള സംവിധാനവുമുണ്ട്. ഇനിയും അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വീണ്ടും വരികയാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 2-3 മാസത്തിനുള്ളിൽ പുതിയൊരു സിനിമയും അദ്ദേഹം ചെയ്യാൻ പോവുകയാണ്. ഗായകൻ ശ്രീ ബിജു നാരായണൻ അവർകളെയും സാദരം ക്ഷണിക്കുന്നു. ഉത്സവത്തിൻ്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ കിടക്കുകയാണ്. പടഹാതി ധ്വജ. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചംബര ക്ഷേത്രവും അടക്കമുള്ള 17ഓളം ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് TTK ദേവസ്വം. അതുപോലെ തന്നെ തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവം എനിക്ക് തോന്നുന്നത്
കേരളത്തിൽ തന്നെ ഇതുപോലെ ഈ ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലുള്ള ഉത്സവ രീതികൾ മറ്റൊരിടത്തും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ കാര്യങ്ങളിലേക്കും സംസാരിക്കാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുന്നണി ഗായകൻ ബിജു നാരായണൻ അവർ, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഉത്സവാഘോഷത്തിന്റെ സാംസ്കാരിക പരിപാടിയുടെ വ്യക്തികളെ സമയം ഏറെ വൈകി എല്ലാവരും കലാപരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. ഈ പരിപാടി, ഈ കലാസാംസ്കാരിക പരിപാടി നമുക്കറിയാം. ഇന്ന് ഉച്ചക്ക് ഇവിടെ തിരുച്ചമ്പലത്തപ്പൻ്റെ കൊടിയേറ്റം കഴിഞ്ഞ്, ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞു. ഉത്സവ കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും നൃത്തച്ചുവടുകൾക്ക് വേണ്ടി നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുകയാണ്. ഇവിടെ കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ഇനി കലാവിരുന്ന്, ഒരുപാട് കലാകാരന്മാരുടെ വേദിയായി മാറുകയാണ് ഇവിടെ. ഇനിയുള്ള 14 ദിവസങ്ങൾ നൃത്തച്ചുവടുകൾ കൊണ്ടും ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ നൃത്തച്ചുവടുകൾ ബിജു നാരായണൻ അവർക്ക് ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും ഈ ഭക്തജനങ്ങളുടെയും പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മുഖ്യ